COVID-19 വീണ്ടും ഇന്ത്യയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും അധികം കേസുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്. 9 കോവിഡ് മരണങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും ഭയക്കേണ്ടതുണ്ടോ? വീണ്ടും കേരളം ഒരു ലോക്ക്ഡൗണിലേക്ക് നീങ്ങുമോ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് തന്നെ പരിശോധിക്കാം, വിശദമായിട്ട് മനസ്സിലാക്കാം. നിലവിൽ നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ കോവിഡ് കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ മൊത്തം സ്ഥിരീകരിച്ചിട്ടുള്ള കോവിഡ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1701 ആണ്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1523 ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. മാത്രമല്ല 9ഓളം കോവിഡ് മരണങ്ങൾ ഇതിനോളം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 ഒമിക്രോണിൻ്റെ JN1 എന്ന് പറയുന്ന വകഭേദവും സ്ഥിരീകരിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്. പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് ഈ ഒരു വൈറസിനെ സ്ഥിരീകരിച്ചുള്ള കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. 38ഓളം രാജ്യങ്ങൾ, UK, US, അതുപോലെ തന്നെ പോർച്ചുഗൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 38ഓളം രാജ്യങ്ങളിൽ ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വൈറസ് വകഭേദം തന്നെയാണ് ഈ ഒരു JN1 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 2019 ഡിസംബർ കാലഘട്ടങ്ങളിലാണ് വലിയ തോതിൽ COVID-19 ചൈനയിലും അവിടെ നിന്ന് പിന്നീട് ലോകമെമ്പാടും വ്യാപിച്ചിട്ടുള്ളത്. ഏറെക്കുറെ 4 വർഷത്തോളമായി കോവിഡ് വ്യാപനം ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം നമ്മൾ വാക്സിൻ കാര്യങ്ങളൊക്കെ എടുത്തുള്ളതാണ്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ മാത്രമാണോ ഇത്തരത്തിൽ വലിയ തോതിൽ കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. US-ലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും വലിയ തോതിൽ ഈ കോവിഡ് കേസുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ മാസ്ക് പോലും അവർ നിർബന്ധമാക്കിയിട്ടുണ്ട്. എയർപോർട്ടുകളിലാണെങ്കിലും ശക്തമായ പരിശോധനകളും മറ്റുമൊക്കെ അവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു തുടക്കം, അല്ലെങ്കിൽ ഈ ഒരു വേവിൻ്റെ തുടക്കം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആദ്യം തന്നെ കാണാൻ സാധിച്ചുള്ളത് ചൈനയിൽ നിന്നായിരുന്നു. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ വിശദമായിട്ട് കാര്യങ്ങളോട് സംസാരിച്ചായിരുന്നു. ചൈനയിലെ കുട്ടികളിൽ അജ്ഞാത രോഗം വലിയ തോതിൽ വ്യാപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ COVID-19 കേസുകളോട് ഉയരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ മുമ്പേ സംസാരിച്ചതാണ്. ചൈനയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 0 കോവിഡ് പോളിസിയാണ് തുറന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാവരെയും ഒരുമിച്ച് ലോക്കാക്കിയിടുക, പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി ഫുൾ ലോക്ക്ഡൗൺ എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകൾ കോവിഡിൻ്റെ കൂടെ ജീവിച്ചില്ല, അവർ പേടിച്ച് ഒതുങ്ങിക്കൂടിയതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ലോക ജനതയെ അപേക്ഷിച്ച് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. അതിനാലൊക്കെ തന്നെ ഈ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം എടുത്തു മാറ്റിയപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വലിയ തോതിൽ തന്നെ കോവിഡ് പിടിവരാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ അവിടെ വലിയൊരു ഉയർച്ചയാണ് സംഭവിച്ചിട്ടുണ്ടായത്. അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഫിലിപ്പീൻസിലും ഓസ്ട്രേലിയയിലും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് COVID-19 ഒരു ഉയർച്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലും അതിൻ്റേതായ നിലയിലുള്ള കോവിഡ് കേസുകളുടെ വലിയൊരു വർധനവ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വലിയ തോതിൽ അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യകതകളുമില്ല. കാരണം ഓൾറെഡി ഈ ഒരു COVID-19 കുറിച്ച് വ്യക്തമായ നിലയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വാക്സിനുകളും ഒക്കെ തന്നെയുണ്ട്. അതിനാലൊക്കെ തന്നെ കൃത്യമായിട്ട് COVID-19 ഇപ്രാവശ്യം നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു 1500 കേസുകൾ എന്നുള്ള നിലക്ക് പോകുമ്പോൾ കേരളത്തിൽ ഒരു ലോക്ക്ഡൗൺ വരാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളും നിലവിലില്ല. മാത്രമല്ല ഇനി ഇതിനും അപ്പുറത്തേക്ക് കോവിഡൊക്കെ വ്യാപിച്ച് വലിയ തോതിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ഏറെക്കുറെ 4 വർഷങ്ങളായി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് നിലവിൽ ഈ സാഹചര്യത്തിൽ വലിയ തോതിൽ ഈ കോവിഡ് കേസുകൾ കൂടുന്നു, അതും കേരളത്തിൽ വലിയ തോതിൽ ഈ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കാം. ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ COVID-19 എന്ന് പറയുന്ന വൈറസ് എങ്ങും പോയിട്ടില്ല, പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടില്ല. അത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഈ COVID-19 വൈറസിന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണിത് വ്യത്യസ്ത തരത്തിലുള്ള വകഭേദങ്ങളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് അങ്ങനെ വലിയ തോതിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു വാക്സിനുകളുടെ ഇമ്മ്യൂണിറ്റി പതിയെ പതിയെ മനുഷ്യരിൽ കുറഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വൈറസുകൾ അല്ലെങ്കിൽ വകഭേദം സംഭവിച്ചിട്ടുള്ള ഈ വൈറസുകൾ അയാളെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൈനയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വലിയ തോതിൽ ആളുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന വാക്സിൻ അത്ര ഫലപ്രദമല്ല എന്ന് വലിയ തോതിൽ റിപ്പോർട്ടുകൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഫലപ്രദമല്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു വാക്സിനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ തോതിൽ ആളുകളെ COVID-19 പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ സീസണാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ പനി, വൈറൽ ഫീവറും ജലദോഷവും ഒക്കെ വലിയ തോതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഈ ഒരു കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ
നോക്കുകയാണെങ്കിൽ ഈ ഒരു വിൻ്റർ സീസണിൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചൈനയിലാണെങ്കിലും വലിയ തോതിൽ അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സീസൺ തന്നെയാണത്. ഇതുപോലൊരു സീസണിൽ 2019 ഈ COVID-19 അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ COVID-19 പോലെ തന്നെ ന്യൂമോണിയ പോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ ഓൾറെഡി അവിടെയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്കിടയിലൊക്കെ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ COVID-19 കേസുകൾ കൂടുന്നതിൽ വലിയ തരത്തിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്തതായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഫെസ്റ്റിവൽ സീസണാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ആഘോഷങ്ങൾ, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒഴിവുകളും ലീവുകളും വെക്കേഷൻ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇയർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ഫെസ്റ്റിവൽസ് നടക്കുന്ന ഒരു സീസണാണ്. സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ഗ്യാതറിങ്സ് ഉണ്ടാവും, ആളുകൾ ഒരുമിച്ച് കൂടും. അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള വൈറസുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്കെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യപ്പെടും. ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ട് ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്ര അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കോവിഡുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ നിലയിൽ കോവിഡ് ടെസ്റ്റുകളും മറ്റുമൊക്കെ നടത്തി വരുന്നുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടുതൽ ടെസ്റ്റുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ ഒരു കാര്യം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കോവിഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണവുമായിട്ട് ഏതെങ്കിലും ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്ന അവസരത്തിൽ അവരെ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കണമെന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു JN1 എന്ന് പറയുന്ന വകഭേദത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ കോവിഡിൻ്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഇതിനുണ്ട്. അതായത് ടയർഡ്നെസ്, പനി, കഫ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, തലവേദന, ഇത്തരത്തിലുള്ള സിംറ്റംസ് എല്ലാം ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ JN1 പ്രത്യേകമായിട്ട് കാണുന്നത് വലിയ തോതിലുള്ള ജലദോഷം, മൂക്കൊലിപ്പ്, മൂക്കുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ പ്രയാസങ്ങളാണ്, അസുഖങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക, കോവിഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇവിടെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. മുമ്പ് പറഞ്ഞതുപോലെ ഇതെന്താണ്, എങ്ങനെയാണ് നടക്കുന്നത്, അതിനെങ്ങനെ പിടിച്ചു കെട്ടാവുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതിനാൽ ഒരിക്കലും ഇവിടെ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കൃത്യമായിട്ട് അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് അതിൻ്റെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ ലഭിച്ചാൽ വിചാരിക്കുന്നു. നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം ഓരോ ദിവസത്തെയും കോവിഡ് കേസുകളും മറ്റൊന്നും കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ടുള്ള നിലയിൽ തന്നെയാണ് എല്ലാവിധത്തിലുള്ള സുരക്ഷകളും ഒഴുക്കിക്കൊണ്ട് ഈ വകഭേദത്തെ പിടിച്ചുകെട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് നമ്മുടെ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു വിധത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നമുക്ക് മാസ്കുകൾ ധരിക്കാം, അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കാം, കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ COVID-19 ബന്ധപ്പെട്ട സംശയങ്ങൾ, ഡൗട്ടുകൾ, കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക, രേഖപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഞാൻ കവർ ചെയ്തു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു പാർട്ടി വീഡിയോസുകളുമായി കണ്ടുവിട്ടാൽ പ്രതീക്ഷയോടെ ബൈ.